സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ രണ്ട് പ്ലേയേഴ്സ്, ഒരു ഫോറിൻ പ്ലെയറും ഇന്ത്യൻ പ്ലെയറും. അതിൽ ഡിവിഷൻ ലെഗ് ടൂർണമെൻറ്റ് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഇന്ത്യൻ താരമായിട്ടുള്ള ബികാഷ് യുംനാമിനെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രീതം കോട്ടാലിന് പകരമായിട്ട് ഒരു തരത്തിലൊരു സ്വാപ്പ് ഡീൽ എന്നൊക്കെ പറയാം. ആ രീതിയിൽ ചെന്നൈയിൻ FC നമ്മൾ പ്രീതം കോട്ടാലിനെ കൊടുത്തു. അവിടെ നിന്ന് സൈൻ ചെയ്തിട്ടുള്ള പ്ലെയറാണ് ബികാഷ് യുംനാം. ശരിക്കും പ്രീതം കോട്ടാലിനെ നമ്മൾ കൊടുക്കുമ്പോൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുള്ളത് അതേ രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിനെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ലാക്ക് ചെയ്യുന്നൊരു സാധനം എക്സ്പീരിയൻസ് ആണ്. അത് പലയിടങ്ങളിൽ നമുക്ക് പല രീതിയിൽ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ വീണ്ടും ബികാഷ് യുംനാമിനെ ടീമിലേക്ക് എത്തിക്കുമ്പോൾ 21 വയസ്സുള്ള ഒരു യങ് പ്ലെയർ ആണ്. ISL അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്. 2 സീസണുകളായിട്ട് ചെന്നൈയിൻ FCക്ക് വേണ്ടി 31 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ എവിടേക്കോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രീതം കോട്ടാലിനെ പോലെ തന്നെയുള്ള ആ ലെവലിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിനെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷേ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് വലിയ രീതിയിൽ പ്രശ്നമായിട്ട് വരാറില്ല. പക്ഷേ ചില ഇടങ്ങളിൽ ഈ പറഞ്ഞ കൺസിസ്റ്റൻസിയുടെ കാര്യമാണെങ്കിലും പ്രത്യേകിച്ചും ഡിഫൻസീവ് ലൈനിലേക്ക് എക്സ്പീരിയൻസ് ഒരു ഫാക്ടർ ആവാറുണ്ട്. സോ ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചത് ആ ലെവൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിനാണ്. പക്ഷെ എന്തായാലും വന്ന പ്ലെയറിനെ പറ്റി സംസാരിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. സോ ബികാഷിലേക്ക് വരുന്ന സമയത്ത് ഒരു സെൻറ്റർ ബാക്ക് ആണ്. അതിൻ്റെ കരിയറിൽ ഇപ്പോൾ ISL ചെന്നൈയിൻ FCക്ക് വേണ്ടിയാണെങ്കിലും കൂടുതൽ മാച്ചുകൾ സെൻറ്റർ ബാക്ക് പൊസിഷൻ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു എൻ്റയർ കരിയർ നോക്കുമ്പോൾ പലയിടങ്ങളിൽ റൈറ്റ് ബാക്ക് ആയിട്ടും കുറച്ച് ഡിഫറൻ്റ് ആയുള്ള പൊസിഷൻസിലൊക്കെ കുറച്ച് മാച്ചുകൾ കളിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്നതും നമുക്ക് യൂസ്ഫുൾ ആവുന്നതും ഒരുപക്ഷെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ തന്നെയായിരിക്കും. ഇപ്പോൾ പല പ്ലേയേഴ്സും സന്ദീപ് സിംഗ് ഒക്കെ ഒരു സെൻറ്റർ ബാക്ക് ആയിട്ട് വന്ന് റൈറ്റ് ബാക്ക് ആയിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള, എവിടെയൊക്കെ ഒരു സ്വീപ്പർ റോൾ എടുക്കാൻ പറ്റുന്ന, ഇറങ്ങി നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന, ക്ലിയറൻസുകളെ കൂടുതൽ ആശ്രയിക്കുന്ന, ഓവറായിട്ട് വിത്ത് ബോൾ ഇങ്ങനെ കളിക്കാത്ത, ഡിഫൻസിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, അങ്ങനെ ഒരു ഡിഫൻസീവ് എബിലിറ്റി കൂടുതലുള്ള, ഡിഫൻസീവിൽ കൂടുതൽ ആക്ടുകൾ പെർഫോം ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ സീസൺസിലെ മാച്ചുകൾ കണ്ടപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ പറ്റി പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം. സോ അവിടെ കൂടുതലും ഈ പറഞ്ഞ ക്ലിയർ ചെയ്ത് അപകടം ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു സോളിഡ് ഡിഫൻസീവ് ടെക്നിക്കിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് അതിൻ്റെ കണക്കുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഡിഫൻസീവ് ആക്ടുകൾ, ഇന്റർസെപ്ഷൻസ്, ടാക്കിൾസ്, അവിടെയൊക്കെ കൂടുതൽ വന്നിട്ടുള്ളത് ക്ലിയറൻസിൻ്റെ നമ്പേഴ്സാണ്. 63 ക്ലിയറൻസ് 31 മാച്ചുകളിൽ നിന്ന് പെർഫോം ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ബികാഷ് യുംനാം. സോ ഒരു അപകട സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ബോക്സിനകത്തേക്ക് ഒരു പന്ത് വന്നു കഴിഞ്ഞാൽ, ഓപ്പണന്റ് ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു പന്ത് ക്ലിയർ ചെയ്ത് ഒഴിവാക്കുക. അതിപ്പോൾ ഈ പറഞ്ഞ ത്രോയിനിലേക്ക് അടിച്ചളഞ്ഞിട്ടാണെങ്കിലും കോർണർ അടിച്ചളഞ്ഞിട്ടാണെങ്കിലും ആ ലെവലിൽ കൂടുതൽ ക്ലിയറൻസ് കണക്കുകൾ ഇതിനുണ്ട്. സോ ഇതേ രീതിയിൽ ഈ ക്ലിയറൻസുകൾ കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തിനോടൊപ്പം തന്നെ വീക്ക്നെസ് ആയിട്ട് കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടി. ഡിഫൻസീവ്ലി ഒരു ലൈൻ ഉണ്ടാവും. ആ ഒരു ലൈനിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നിന്ന് ലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്ന രീതിയിൽ പല സമയത്തും ഇദ്ദേഹത്തെ കാണാറില്ല. ഈ ഒരു പോയിന്റ് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതൊരു വീക്ക്നെസ് അല്ലേ, ലൈൻ മെയിൻറ്റെയിൻ ചെയ്തല്ലേ ഡിഫൻഡേഴ്സ് കളിക്കേണ്ടതെന്നുള്ളത്. പക്ഷേ ഈ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട്, ഈ പറഞ്ഞ പോലെ ലൈനിൽ നിന്ന് അഡ്വാൻസ് ചെയ്തോ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തോ കളിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അത് കുറച്ചുകൂടി ഡിഫൻസീവ്ലി പെർഫോം ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഡ്രോപ്പ് ചെയ്ത് കളിക്കുന്ന സിറ്റുവേഷൻ, ഒരു ലാസ്റ്റ് മാൻ, ഒരു ലൈനിൽ തന്നെ ഒരു ട്രാൻസിഷൻ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വരുന്ന സിറ്റുവേഷൻസിൽ അദ്ദേഹം കുറച്ചൊന്ന് ഇറങ്ങി, അതിൻ്റെ ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട് ആ ഒരു ലൈനിൽ നിന്ന് കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഓപ്പണന്റ് പല സമയത്തും അദ്ദേഹത്തെ മറികടന്ന് പോകുന്നത്, അതിപ്പോൾ ഡ്രിബിൾ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ പാസിന്റെ രൂപത്തിലാണെങ്കിലും മറികടന്ന് പോകുന്നത് ഒഴിവാക്കാനും ഒരു സ്വീപ്പർ എന്ന രീതിയിൽ കുറച്ചുകൂടി ക്ലിയറൻസുകൾ അല്ലെങ്കിൽ ക്ലീൻ ആക്കിയിട്ട് ആ ഒരു ഡിഫൻസ് മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ ഡിഫൻസീവ് ലൈനിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന സെൻറ്റർ ബാക്കോ അല്ലെങ്കിൽ റൈറ്റ് ബാക്കോ ഫുൾ ബാക്സ് ഒക്കെ അഡ്വാൻസ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അവിടെ ഈ പ്ലെയറും അഡ്വാൻസ്ഡ് ആണ് അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറും ലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ റണ്ണുകൊണ്ട് ഓപ്പണന്റിന് ആ ഗ്യാപ്പ് മുതലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇദ്ദേഹം കുറച്ച് ഇറങ്ങി നിന്ന് കുറച്ചൊന്ന് സിറ്റ് ബാക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ആ പോർഷൻസ്, ആ കയറിപ്പോകുന്ന പ്ലെയറിന്റെ പോർഷൻ നന്നായിട്ട് കവർ ചെയ്യാൻ ഇതിന് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ അതിന് കൂടെയുള്ള സെൻറ്റർ ബാക്ക് ഒന്ന് അഡ്വാൻസ് ചെയ്ത് പോകുമ്പോഴോ ഫുൾ ബാക്സ് റൈറ്റ് ബാക്കോ ലെഫ്റ്റ് ബാക്കോ അദ്ദേഹം കളിക്കുന്ന ആ ഒരു സൈഡിനനുസരിച്ച് ആ ഒരു പ്ലെയർ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ അതിനനുസരിച്ച് ആ ഗ്യാപ്പിൽ വരുന്ന ബോളുകൾ ഒരു പക്ഷേ ഒരു പാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലെയർ റൺ ചെയ്തിട്ട് ഡ്രിബിൾ ചെയ്തിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. ആ സിറ്റുവേഷൻസിലെല്ലാം അത് ക്ലീൻ ആക്കാൻ, അത് ക്ലിയർ ചെയ്ത് ഒഴിവാക്കാൻ ഇതിന് പല സമയത്തും സാധിക്കാറുണ്ട്. സോ ഈ ഒരു മൂവ്മെന്റ് ആണ് ഡിഫൻസീവ്ലി അതിന് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ ഇപ്പോൾ പ്ലേയേഴ്സ് ഒന്നും അഡ്വാൻസ് ചെയ്തില്ലെങ്കിൽ പോലും ചില ത്രൂ ബോളുകൾ റൺ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അവിടെയും ഇതുപോലെ കുറച്ച് ഡ്രോപ്പ് ചെയ്ത് അദ്ദേഹം നിൽക്കുമ്പോൾ ആ റൺസ് കവർ ചെയ്യാൻ ഒരുപാട് പിന്നിലേക്ക് ഓടേണ്ടി വരുന്നില്ല. കുറച്ചുകൂടി ഈ പറഞ്ഞ പേസ് കൊണ്ട് തന്നെ റണ്ണ് ചെയ്യുന്ന പ്ലെയറിലേക്ക് ഓടിയെത്താനും ക്ലോസ് ഡൗൺ ചെയ്യാനോ ഡിഫൻസീവിലെ ക്ലിയറൻസുകൾ പെർഫോം ചെയ്യാനോ അതിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബിറ്റ്വീൻ ദ ലൈൻസിലൊക്കെ ആണെങ്കിൽ ആ ഒരു പ്ലെയർ പന്ത് വാങ്ങിച്ചിട്ട് തിരിഞ്ഞ് ഡ്രിബിൾ ചെയ്ത് വരുന്ന സിറ്റുവേഷൻസിലെല്ലാം ഇറങ്ങി നിൽക്കുന്ന ബികാഷിന് കുറച്ചുകൂടി നന്നായിട്ട് ഡിഫൻസീവ്ലി പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഒന്ന് സിറ്റ് ബാക്ക് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇറങ്ങി നിൽക്കുക, അത് കുറച്ചുകൂടി ബെറ്റർ വിഷൻ, ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സ് എവിടെയാണ് എങ്ങനെയാണ് അതെല്ലാം ഒരു ബെറ്റർ വിഷൻ കിട്ടും. ആ ഗോൾ കീപ്പറോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ പിന്നിലുള്ള സ്പേസ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. അവിടേക്ക് വരുന്ന പന്തുകളൊക്കെ അടിച്ച് ഒഴിവാക്കി ക്ലീനപ്പ് നടത്താൻ പല സമയത്തും അതിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തന്നെ ഇതൊരു വീക്ക്നെസ് ആയിട്ട് വരുന്നത് ഓഫ് സൈഡ് ട്രാപ്പിന്റെ സിറ്റുവേഷൻ. നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈൻ ഉണ്ടെങ്കിൽ
അനാവശ്യമായുള്ള റൺസും അനാവശ്യമായിട്ടുള്ള ഡിഫൻസീവ് മൂവ്മെന്റ്സ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ അതൊരു റിസ്ക് ഉള്ള കാര്യമാണ്. നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിഫൻസീവ് ലൈൻ ഉണ്ടെങ്കിലാണ് അത്തരത്തിലുള്ള ഓഫ് സൈഡ് ട്രാപ്പുകൾ സെറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷെ അവിടെ വികാസ് ഒന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ആ ഓഫ് സൈഡ് ട്രാപ്പിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ ഒഴിവായി പോകുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഓഫ് സൈഡ് ട്രാപ്പുകൾക്ക് ഇതൊരു പ്രശ്നമാണെന്നുള്ളതാണ് ഇവിടെ ഒരു വീക്ക്നെസ് ആയിട്ട് വരുന്നത്. ഇനി ഇതേപോലെ തന്നെ ലൈൻ കീപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഡ്രോപ്പ് ചെയ്യുക മാത്രമല്ല അഡ്വാൻസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ഇദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ബിറ്റ്വീൻ ദ ലൈൻസിലൊക്കെ പ്ലേയേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു പാസ് വരുന്ന മൊമെന്റിൽ ഇദ്ദേഹം അഡ്വാൻസ് ചെയ്ത് ക്ലോസ് ഡൗൺ ചെയ്യും. ഇത് എങ്ങനെയാണ് സ്ട്രെങ്ത് ആവുന്നത് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ബിറ്റ്വീൻ ദ ലൈൻസിൽ നിന്ന് സ്ട്രൈക്കേഴ്സോ അല്ലെങ്കിൽ ഓപ്പണന്റ് ടീമിന്റെ പ്ലേയേഴ്സോ പന്ത് സ്വീകരിക്കുന്ന സമയത്ത് ആ കറക്റ്റ് മൊമെന്റിൽ ആ കറക്റ്റ് ടൈമിൽ ഇദ്ദേഹം മുന്നോട്ട് പോയി അഡ്വാൻസ് ചെയ്ത് ആ പ്ലെയറിനെ ക്ലോസ് ഡൗൺ ചെയ്യാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു പന്ത് റിസീവ് ചെയ്യുന്ന ഓപ്പണന്റ് പ്ലെയറിനെ ടേൺ ചെയ്യാനുള്ള ടൈമോ സ്പേസോ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ലോങ് റേഞ്ച് ഷോട്ടുകൾ അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് പ്ലേയേഴ്സ് പന്ത് വാങ്ങിക്കുന്നത് ഒഴിവാക്കാൻ, അതൊരു അറ്റാക്കിംഗ് ത്രെട്ടായി മാറുന്നത് ഒഴിവാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള അഡ്വാൻസിങ്ങിന് നല്ല രീതിയിലുള്ള ടൈമിങ്ങും അവിടെ ആ ഒരു അഡ്വാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബോൾ വിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ ഫോഴ്സ്ഫുള്ളി ബാക്ക് പാസ് നല്ല രീതിയിൽ പുറകിലേക്ക് കളിക്കണം. അല്ലാത്ത പക്ഷം ഈ ബികാഷ് അഡ്വാൻസ് ചെയ്യുമ്പോൾ പുറകിലൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണന്റ് ടീമിന് നല്ല രീതിയിൽ മുന്നോട്ട് കയറി പോകാൻ സാധിക്കും. ആൻഡ് ഇദ്ദേഹത്തിന്റെ ഒരുവിധപ്പെട്ട അഡ്വാൻസിങ്ങിലെല്ലാം ഈ പറഞ്ഞ പ്രശ്നം ഫെയിലായി പോകുന്നത്. ഇദ്ദേഹം അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, ക്ലോസും ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന്റെ ടൈമിംഗ് അത്ര കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് അത് പ്ലേയേഴ്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ഒരു റിട്ടേൺ പാസ് സ്വീകരിച്ച് വീണ്ടും ആ ഗ്യാപ്പിലേക്ക് ആ ഒരു പ്ലെയർ റൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ്, അവിടെ ഒരു ഹോൾ രൂപപ്പെടുന്നുണ്ട്. അത് ഡിഫൻസീവിൽ ഒട്ടും നല്ലൊരു കാര്യമല്ല. കൂടെയുള്ള സെൻട്രൽ ബാക്കിനോ റൈറ്റ് ബാക്കിനോ ഒക്കെ എക്സ്ട്രാ ഡ്യൂട്ടി കൊടുക്കുന്ന ആ ഒരു പ്ലെയറിന് ആ ഒരു പോസ്റ്റും കൂടി കവർ ചെയ്യണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ ഫുൾ ബാക്സ് പൊസിഷനിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 1 vs 2 സിറ്റുവേഷൻ മറ്റേ സെൻട്രൽ ബാക്കിന് ബാക്കി വരുന്ന ആ ഒരു സെൻട്രൽ ബാക്കിന് വരും. സോ ഇവിടെ ഈ പറഞ്ഞ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിലും അവിടെ നമുക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളും അതുവഴി അത് ഡിഫൻസീവിൽ അതായത് ഹെൽപ്പ് ചെയ്യുന്നതും അതിലൂടെ അദ്ദേഹം പെർഫോം ചെയ്യുന്ന ഡിഫൻസീവ് ആക്ടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതൊരു 100% സക്സസ് റേറ്റ് ഉള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. പല സമയത്തും അത് ബാക്ക് ഫയർ ചെയ്യാം. അതിന് പ്രശ്നങ്ങളുണ്ട്. അതൊരു തിരിച്ചടിയായിട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസസും ഉണ്ട്. ഇനി രണ്ടാമതായിട്ട് ഇദ്ദേഹത്തിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫിസിക്ക് ഇദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. നേരത്തെ പറഞ്ഞ അഡ്വാൻസ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസിലൊക്കെ ഫിസിക്കലി പ്ലെയറിനെ ബ്ലോക്ക് ചെയ്യുക, ഷീൽഡ് ചെയ്യുക, ഈ ഒരു കാര്യത്തിനാണ് അദ്ദേഹം കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്ലെയറിന് ഒരു 1v1 ഫിസിക്കൽ ബാറ്റിൽ നേരിടേണ്ടി വരും. ആ സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈം സ്പേസ് റെഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ടെക്നിക്കലി ആ ഒരു പ്ലെയറിനൊന്നും ചെയ്യാൻ പറ്റാതെ ആ ഒരു പന്ത് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. സോ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫിസിക്കൽ എബിലിറ്റീസ് അദ്ദേഹം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബൾക്കിയുള്ള ബോഡിയുള്ള ഒരു പ്ലെയർ ഒന്നും അല്ല. പക്ഷേ ആസ് എ ഡിഫൻഡർ എന്ന രീതിയിൽ എങ്ങനെയാണോ ഫിസിക്ക് യൂസ് ചെയ്യേണ്ടത് ആ രീതിയിൽ ഈ അഡ്വാൻസിങ് സിറ്റുവേഷൻസിലും 1v1 സിറ്റുവേഷൻസിലൊക്കെ ഫിസിക്കൽ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ലീഗലിയും ഇല്ലീഗലിയും വരുന്ന സിറ്റുവേഷൻസ് പ്ലെയറിനെ പിടിച്ചു നിർത്തുന്നതും ഫൗളുകളിലേക്കും കാർഡുകളിലേക്കും അത് പോകുന്ന സിറ്റുവേഷൻസ് കൂടിയുണ്ട്. സോ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും സ്ട്രെങ്ത്തും ഉണ്ട്, അതുപോലെ തന്നെ വീക്ക്നെസ്സും ഉണ്ട്. ആൻഡ് ഈ സംഭവം ഈ പറഞ്ഞ ഫിസിക്കൽ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏരിയൽ ബോളുകൾ, ഹൈ ബോളുകൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്താണ്. അവിടെ നല്ല രീതിയിൽ ആ ഒരു 1v1 സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു പ്ലെയറിനോടുള്ള ഏരിയൽ ഡുവൽസിൽ നല്ല രീതിയിൽ വിൻ ചെയ്യാൻ ഇതിന് സാധിക്കുന്നുണ്ട്. വരുന്ന എല്ലാ ബോളും വിൻ ചെയ്യുന്നല്ല, പക്ഷെ അവിടെ എവിടേക്കോ ഈ പറഞ്ഞ പോലെ ഫിസിക്കലി അദ്ദേഹം നല്ല രീതിയിൽ ആ ഒരു സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നതും അതുവഴി ആ ഒരു ഏരിയൽ ബോളുകൾ വിൻ ചെയ്യുന്ന, ആ ടച്ച് എടുക്കുന്ന, ക്ലിയർ ചെയ്ത ആ ഒരു ബോളുകൾ ഒഴിവാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. ആൻഡ് ഇനി ഇതിന്റെ ഒഫൻസീവ് കോൺട്രിബ്യൂഷൻസിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്പെഷ്യാലിറ്റി കാണാൻ സാധിച്ചിട്ടുള്ളത് ലോങ് ത്രോസ് അദ്ദേഹം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെന്നൈയിൻ എഫ്സിക്ക് വേണ്ടി ആ ഒരു ഡി ബോക്സിന്റെ 2 സൈഡിലായിട്ട് ഒരു ത്രോയിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെന്നൈയിൻ എഫ്സി നേരെ വിളിക്കുന്നത് ബികാഷിനെയാണ്. അദ്ദേഹം അവിടെ നിന്ന് നല്ല രീതിയിലൊരു ലോങ് ത്രോ ബോക്സിനകത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഒരുവിധപ്പെട്ട ലോങ് ത്രോസ് എല്ലാം ഒരു കോർണറിന്റെ രൂപത്തിലേക്ക് ഒരു ബോണസ് സെറ്റ് പീസ് എന്ന രീതിയിൽ ബോക്സിനകത്തേക്ക് പന്ത് വരുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ലോങ് ത്രോസ് മാറുന്നുണ്ട്. ഒരു അസിസ്റ്റും അദ്ദേഹത്തിന് ആ ലോങ് ത്രോയിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിൽ ഗുർപ്രീത്തിന്റെ ഒരു മിസ്റ്റേക്കാണ്. പക്ഷെ എന്നാലും അതിന്റെ ലോങ് ത്രോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു അഡീഷണൽ സെറ്റ് പീസ് അറ്റാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ട് തോന്നി. കാരണം എല്ലാ ത്രോസും അത്യാവശ്യം നല്ലതാണ്. നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബോക്സിനകത്തേക്ക് ഒരു ബോൾ വരാന്ന് പറയുന്നത് ഏതൊരു സിറ്റുവേഷനും നല്ലൊരു കാര്യമാണ്. ബികാഷ് ടീമിലുണ്ടെങ്കിൽ നമുക്ക് ലോങ് ത്രോസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് സെറ്റ് പീസ് സിറ്റുവേഷൻസിൽ ഇപ്പോൾ കോർണേഴ്സ് ഒക്കെ വരുമ്പോൾ ബോക്സിനകത്ത് അദ്ദേഹം ഒരു സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഗോളോ അസിസ്റ്റോ ഒന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഏതൊരു ഡിഫൻഡറിനെയും പോലെ ബോക്സിനകത്ത് ഒരു പ്രസൻസ് കൊണ്ടുവരാനും ഒരു ഫ്ലിക്കിംഗ് ട്രൈ ഒക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ ഒഫൻസീവ് കോൺട്രിബ്യൂഷൻസിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ പിന്നെ വരുന്നത് പാസിംഗ് ആണ്. പാസിംഗിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ലഗറ്റോറ കളിക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് ഗ്യാപ്സ് പിക്ക് ചെയ്ത് പാസ് കൊടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷോർട്ട് പാസോ ഗ്രൗണ്ട് പാസോ ലോങ് പാസുകളോ പോലും അധികം കളിച്ച് കാണുന്ന സിറ്റുവേഷനിലേക്ക് അദ്ദേഹം എത്തുന്നില്ല. പന്ത് ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണെങ്കിലും അദ്ദേഹം അത്തരത്തിൽ ഈ ഡ്രിബിൾ ചെയ്യേണ്ട അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്ലേയേഴ്സിനെ മറികടക്കേണ്ട സിറ്റുവേഷൻസിലൊക്കെ ഒന്നും എത്തില്ല. വളരെ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന പാസുകൾ കളിച്ച് മറ്റുള്ളവർക്ക് ആ ഒരു
റെസ്പോൺസിബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് പരമാവധി ഇദ്ദേഹം ചെയ്യുന്ന കാര്യം. പക്ഷേ ഈ പറഞ്ഞ ഒരു കൺജസ്റ്റഡ് ഏരിയയിലേക്കൊക്കെ പന്തുമായിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ അദ്ദേഹം പരാജയപ്പെടുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രഗിൾ ചെയ്യുന്നതോ കാണാൻ സാധിക്കും. സോ വിത്ത് ദ ബോൾ അത്ര ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അത്ര നല്ല രീതിയിൽ ഒരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ എന്ന രീതിയിൽ ലോങ് ബോൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലൊരു പ്ലെയർ ആയിട്ട് തോന്നുന്നില്ല. മാക്സിമം സിമ്പിളായിട്ട് പാസ് കൊടുക്കുക, വിങ്ങിൽ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഫ്രീ പ്ലെയർ ഉണ്ടെങ്കിൽ ആ പ്ലെയറിന് പാസ് കൊടുക്കുക. ചില സിറ്റുവേഷൻസിൽ ഗ്യാപ്സ് പിക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഓപ്പണന്റ് ഹാഫിലേക്ക് പാസുകൾ എത്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. പാസിംഗ് ആക്യുറസി അതിൻ്റെ 70% കാണിക്കുന്നത്, ഓൺ ഹാഫിൽ 80% ഉണ്ട്. സോ ഓൺ ഹാഫിലുള്ള സിമ്പിൾ പാസുകളിലേക്കാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ലോങ് ബോളുകൾ, ഹൈ ബോളുകൾ നോക്കുകയാണെങ്കിൽ കളിക്കുന്നുണ്ട്. മാച്ച് എടുത്ത് നോക്കുമ്പോൾ അതിന് മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോങ് ബോളും ചിപ്പിംഗ് ബോൾസിൻ്റെ ഒക്കെ ട്രൈസ് അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷേ ആക്യുറസിയാണ് പ്രശ്നം. കൺസിസ്റ്റന്റ് ആയിട്ട് ആക്യുറസിയിൽ ലോങ് ബോൾസ് ഡെലിവർ ചെയ്യുന്ന കാര്യത്തിൽ അത്ര കോൺഫിഡൻസ് അദ്ദേഹം തരുന്നില്ല. സോ വിത്ത് ദ ബോളുള്ള കാര്യത്തിൽ, ഈ ഒഫൻസീവ് സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ലോങ് ത്രോ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. കൂടുതലും ഡിഫെൻസീവ്ലി ഇറങ്ങി നിന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കുന്ന ഒരു പ്ലെയറിനെ പോലെയാണ് ഫീൽ ചെയ്തത്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു യങ് പ്ലെയർ ആയതുകൊണ്ട് ഇവിടെ വന്ന് മാറ്റങ്ങൾ സംഭവിച്ച് അങ്ങനെ വിത്ത് ദ ബോൾ കംഫർട്ടബിളായി കൂടുതൽ ഈ പറഞ്ഞ പോലെ വിത്ത് ദ ബോൾ കളിച്ചാലേ ഉള്ളൂ. പക്ഷേ ഇതുവരെയുള്ള മാച്ചുകളിൽ, പ്രത്യേകിച്ചും ഈ സീസണിലെ മാച്ചുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ അധികം വിത്ത് ദ ബോൾ സിറ്റുവേഷൻസിലേക്ക് അദ്ദേഹം എത്തുന്നില്ല. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ പാസുകളുടെ കാര്യമാണെങ്കിലും ക്ലിയറൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, 2 ഫുട്ടും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ജസ്റ്റ് ക്ലിയറൻസിന് മാത്രമല്ല, ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം ലോങ് ബോൾസ് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഫോഴ്സ്ഫുള്ളി ആണ്. അല്ലാതെ സിറ്റുവേഷൻസിൽ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് റൈറ്റ് ഫുട്ടായിട്ടാണ് തോന്നിയത്. പക്ഷേ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഫുട്ടും അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫൻഡേഴ്സിനെ സംബന്ധിച്ച് 2 ഫുട്ടും സ്ട്രോങ് ആയിരിക്കുക എന്ന് പറയുന്നത്, 2 ഫുട്ട് കൊണ്ടും ലോങ് ക്ലിയറൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ബോണസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. സോ അതുകൊണ്ട് നോട്ടീസ് ചെയ്താണ്. സോ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട മാച്ചസ് ഒക്കെ കണ്ടു. പക്ഷേ അങ്ങനെ വലിയ രീതിയിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഭയങ്കരമായുള്ള സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ള ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് തോന്നിയില്ല. വളരെ സിമ്പിളായിട്ട് കളിക്കുന്ന, ഒരു നോർമൽ ഡിഫെൻസീവിൽ കളിക്കുന്ന, ക്ലിയറൻസുകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, ഒരു സ്വീപ്പറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ലെവലിലാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഇവിടെ വന്ന് മാറ്റങ്ങൾ സംഭവിച്ചാലേ ഉള്ളൂ. ഒരു യങ് പ്ലെയർ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പരിണാമങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചേഞ്ചസ് ഒക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഒരു സോളിഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഇറക്കിയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അത്യാവശ്യം നല്ല രീതിയിൽ എനർജറ്റിക് ആണ്. ആ ഒരു ഡിഫെൻസീവ് ആക്ടുകൾ പെർഫോം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പന്ത് മാക്സിമം ക്ലിയർ ചെയ്ത് ഒഴിവാക്കാനും അപകട സിറ്റുവേഷൻസ് ഒഴിവാക്കാനൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പേസും ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ത്രോ മാത്രമാണ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്. സോ ഇനിയെല്ലാം ഇവിടെ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യും, ഇവിടെ അദ്ദേഹം ഏത് രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ളതിനനുസരിച്ചിരിക്കും. എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീതം കോട്ടാലിന് കുറേ ഡിഫെൻസീവ്ലി ഫ്ലോസ് ഉണ്ടായിരുന്നു. അവിടെ കുറേ ഇഷ്യൂസും എറേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടി സോളിഡ് നിൽക്കാൻ പറ്റുന്ന ആ ലെവലിൽ ഒരു നല്ല റീപ്ലേസ്മെൻ്റ് ആയിട്ട് തോന്നുന്നു. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും കുറച്ചുകൂടി നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഒരു റീപ്ലേസ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു അപ്ഗ്രേഡാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ലെവലിലൊക്കെ നോക്കുമ്പോൾ അത്ര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സൈനിങ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സീസണിലും ഇനി വരുന്ന സീസണുകളിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വരുന്ന മാച്ചുകൾ നമുക്ക് നേരിട്ടത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു പ്ലെയറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.